കോഴിക്കടയിൽ നിന്ന് ഒരു കോഴിനെ തലകടി പിടിച്ചിട്ട് മടക്കി പിടിച്ചിട്ട് അന്ന് കഴുത്തിൽ കത്തി വെച്ച് മുറിച്ച് ചോര വെച്ചാൽ ജീവി അന്ന് ചത്തോപോയി. ആ സാധനം തിന്നാൻ പറ്റില്ല. അള്ളാഹുവിനോട് സമാധാനം പറയണം, റബ്ബിനോട് സമാധാനം പറയണം. ശവം തിന്നതിന് റബ്ബിനോട് സമാധാനം പറയണം. രണ്ടാളും വീട്ടില്ലാതെ ഒരു കോഴിനെ അറുത്തെങ്കിൽ ആ കോഴിനെ തിന്നാനേ പറ്റില്ല. ഒരാള് കോഴിനെ മടക്കി പിടിച്ചിട്ട് അതിന്റെ കഴുത്തിൽ മുറിച്ചത് കൊണ്ട് മാത്രം ഹലാലാകൂല. അതിന്റെ ഹൽക്ക് മുരീദ് എന്ന് പറഞ്ഞ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഇസ്ലാമിൽ ദബ്ഹ് അറവ് നടത്തുന്നതിൻ്റെ റുക്കുനുകൾ, അതിൻ്റെ ഫർളുകൾ 4ആണ്. അതിൻ്റെ ഘടകങ്ങൾ 4ആണ്. 1, അറുക്കുന്ന ആള് ദാബിഹ് ഉണ്ടായിരിക്കണം. 2, അറുക്കപ്പെടുന്ന വസ്തു മദ്ബൂഹ്. 3, അറുക്കുന്ന ആയുധം ആലത്ത്. 4, അറവ്. ഇതാണ് 4 ഘടകങ്ങൾ. ഇതിൽ ഒന്നാമത്തെ ഘടകമായ ദാബിഹ്, അറുക്കുന്ന ആള്, അതിലുള്ള നിബന്ധന അദ്ദേഹം മുസ്ലിമായിരിക്കണം എന്നതാണ്. അറുക്കുന്ന വ്യക്തി മുസ്ലിമായിരിക്കണം. അമുസ്ലിം അറുത്ത സാധനം ഹലാലാവുകയില്ല. രണ്ടാമത്തെ ഘടകം മദ്ബൂഹ്, അറുക്കപ്പെടുന്ന ജീവി. അതിലുള്ള നിബന്ധന അത് അയ്യക്കൂന മഅ്കൂലൻ, തിന്നപ്പെടുന്ന വസ്തുവായിരിക്കണം. ഇസ്ലാം ഏതെല്ലാം ജീവികളെ തിന്നാൻ പറ്റും, ഏതെല്ലാം തിന്നാൻ പറ്റുകയില്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച തിന്നാൻ പറ്റിയ ജീവിയായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് അൻ തൂജദ ഫീഹി ഹയാത്തുൻ മുസ്തഖിറത്തുൻ അവ്വല ദബ്ഹിഹി. അറുക്കുന്ന ആദ്യത്തിൽ അതിൽ ഹയാത്ത് മുസ്തഖിറത്ത് ഉണ്ടായിരിക്കണം. ഹയാത്ത് മുസ്തഖിറത്ത് ഉണ്ടായിരിക്കണം. ഹയാത്ത് മുസ്തഖിറത്ത് എന്ന് പറഞ്ഞാൽ ഇഖ്തിയാരിയായ ശബ്ദവും അതുപോലെ തന്നെ അനക്കം, ഇതൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ പറഞ്ഞ നിബന്ധന ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? ഇദാ ഉജിദ സബബുൻ യുഹാലു അലൈഹി ഹലാക്കുഹു. ആ ജീവിക്ക് എന്തെങ്കിലും നാശം ഏൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലാണ് ഹയാത്ത് മുസ്തഖിറത്ത് വേണം എന്ന് പറയുന്നത്. നാശമേൽപ്പിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നശിപ്പിക്കുന്ന എന്തെങ്കിലും വിഷാംശമുള്ള ഭക്ഷണം അത് കഴിക്കുക, അല്ലെങ്കിൽ നായ പോലത്തെ വല്ല പിടിമൃഗങ്ങൾ കടിക്കുക, അല്ലെങ്കിൽ ഭാരമുള്ള എന്തെങ്കിലും വസ്തു അതിൻ്റെ മീതെ വീഴുക, ഇങ്ങനെയുള്ള വല്ല കാരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറുക്കുന്ന ആദ്യത്തിൽ ഹയാത്ത് മുസ്തഖിറത്ത് വേണം. അങ്ങനെ വല്ല കാരണങ്ങളും, നാശം സംഭവിക്കുന്ന വല്ല കാരണങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ ഹയാത്ത് മുസ്തഖിറത്ത് ഉണ്ടാകണമെന്ന നിബന്ധനയില്ല. അതിൻ്റെ അവസാന ശ്വാസം ഉണ്ടായാലും മതി. അപ്പോൾ ഇതാണ് മദ്ബൂഹിലുള്ള, അറുക്കപ്പെടുന്ന ജീവിയിലുള്ള നിബന്ധന. മൂന്നാമത്തെ ഘടകം ആലത്ത്, അറുക്കുന്ന ആയുധം. അത് നല്ല മൂർച്ച ഉള്ളതായിരിക്കണം. അതുപോലെ നഖമായിരിക്കരുത്, അതുപോലെ പല്ല് ആയിരിക്കരുത്, എല്ല് ആയിരിക്കരുത്. നല്ല മൂർച്ചയുള്ള കത്തി പോലത്തെ സാധനമായിരിക്കണം. നാലാമത്തെ ഘടകം ദബ്ഹാണ്, അറവ്. അറവിലുള്ള നിബന്ധന ഈ ജീവിയുടെ ശ്വാസനാളവും അന്നനാളവും ഹുൽക്കൂമും മരീഉം, ഇത് 2 കസ്ദോടുകൂടി അതിനെ മുറിക്കണം എന്നതാണ് നിബന്ധന. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അറുക്കുന്നതിൻ്റെ ഘടകങ്ങളും അതിൻ്റെ നിബന്ധനകളും. അല്ലാതെ അറുക്കുന്ന സമയത്ത് എത്ര ആളെ പിടിക്കണം എന്നതൊന്നും നിബന്ധന ഇല്ല. അപ്പം അതുകൊണ്ട് അറുക്കുന്ന വിഷയത്തിൽ 2 ആൾ തന്നെ പിടിക്കണം, അല്ലെങ്കിൽ ഒരാൾ പിടിച്ച് അറുത്താൽ ഹലാലാവുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതേസമയം ഒരാൾ പിടിച്ച് അറുത്തു, അതിൻ്റെ ശ്വാസനാളമോ അന്നനാളമോ കട്ടായില്ല എങ്കിൽ പറ്റൂല. അതിപ്പോൾ ഒരാൾ പിടിച്ചാൽ മാത്രമല്ല, 2 ആൾ പിടിച്ചിട്ട് അറുത്തു, ശ്വാസനാളം കട്ടായില്ല അല്ലെങ്കിൽ അന്നനാളം കട്ടായില്ല എങ്കിലും പറ്റൂല. ചിലപ്പോൾ ഒരാൾ പിടിച്ചത് കൊണ്ട്
അങ്ങനെ സംഭവിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ട് എങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരാൾ പിടിച്ച് അറുത്താൽ അത് പറ്റൂല എന്ന് തീരെ പറയുന്നത് അത് ശരിയല്ല. അത് ഒരാൾ പിടിച്ചറുത്താലും 2 ആൾ പിടിച്ചറുത്താലും 3 ആൾ പിടിച്ചറുത്താലും 10 ആൾ പിടിച്ചറുത്താലും ശ്വാസനാളം കട്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ അന്നനാളം മുറിഞ്ഞില്ലെങ്കിൽ അത് പറ്റുകയില്ല. അത് പിടിച്ച ആൾ എത്ര ആൾ എന്നതിലേക്ക് നോക്കിയിട്ടല്ല, ശ്വാസനാളവും അന്നനാളവും ഇത് പൂർണ്ണമായി മുറിയണം എന്നത് നിബന്ധനയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പിടിച്ച് അറുത്താൽ ആ അറവ് സ്വഹീഹല്ല, അത് തിന്നാൻ പറ്റൂല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.